ചേട്ടാ നമസ്കാരം. യെസ്, ഒരു ചെറിയ ഗ്യാപ്പ് വന്നു, അതുകൊണ്ടാണ് നമസ്കാരമൊക്കെ പറഞ്ഞു തുടങ്ങാമെന്ന് വെച്ചത്. ഏതായാലും നമ്മുടെ ഇറാനും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധം നടക്കുമ്പോൾ നമ്മുടെ പ്രേക്ഷകരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ടി ജി എവിടെയെന്ന്. അപ്പോൾ ചേട്ടൻ ആ യുദ്ധമെല്ലാം കഴിഞ്ഞ് രണ്ടു കൂട്ടരും ഏതാണ്ട് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാവുന്ന പാകത്തിലാണെന്ന് ട്രംപ് പറയുന്ന സമയത്താണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇന്നലെ ഈ അന്താരാഷ്ട്ര ഞാനാണ് ഇവർ തമ്മിൽ കരാറുണ്ടാക്കിയതെന്ന് പറഞ്ഞ് തട്ടിവിട്ടാലോ? അത് വേണം പറയാവുന്നതാണ്. ടി ജി അതിൻ്റെ പണിപ്പുരയിലായിരുന്നു അത്, അതെൻ്റെ ജോലിയിലായിരുന്നു. അതൊന്ന് സമാധാനമാക്കി കഴിഞ്ഞിട്ട് ഞാൻ വന്നു. അതെ അതെ അതെ, ട്രംപ് പറയുന്ന പോലെ അയാൾക്ക് പറയാൻ പിന്നെ എനിക്ക് പറയാം, പിന്നെ നമുക്ക് ആർക്കും പറയാമല്ലോ. അപ്പോൾ ചേട്ടാ ഇന്നലെ ഈ നമ്മുടെ ഈ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി ഉണ്ടല്ലോ, IAEA, UN ന്യൂക്ലിയർ വാച്ച് ഡോഗ് എന്നൊക്കെ പറയുന്നു, അതിൻ്റെ ചെയർമാൻ റഫേൽ ഗ്രോസി ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അയാൾ പറയുന്നു 900 പൗണ്ട് യുറേനിയം 408.6 കിലോഗ്രാം ഇറാൻ്റെ കയ്യിലുണ്ടായിരുന്നു. 60% എൻറിച്ച് ചെയ്ത് സമ്പുഷ്ടീകരിച്ചതാണ്. അതെവിടെയാണെന്ന് അറിയത്തില്ല, നശിപ്പിക്കപ്പെട്ടോന്നറിയില്ല, മാറ്റിയിട്ടുണ്ടോയെന്നറിയില്ല. അത് കയ്യിലുണ്ടെങ്കിൽ ഇനി ഏതാനും മാസങ്ങൾക്കകം വീണ്ടും ഇറാന് ആണവശേഷി കൈവരിക്കാനാവും. അപ്പോൾ ഇവർ ട്രംപും ഇസ്രയേലും നെതന്യാഹുവും എല്ലാം കൂടെ ഉണ്ടാക്കിയ ബഹളം, ആക്രമണം ഒക്കെ നിഷ്ഫലമായി പോയോ? ഇത് അന്ന് തന്നെ ഇറങ്ങിയ വാർത്തയാണ്. പെൻറ്റഗണിൻ്റെ വിലയിരുത്തൽ അത് ലീക്ക് ചെയ്ത് പുറത്ത് വന്നില്ല. പെൻറ്റഗൺ അതിൽ പറഞ്ഞിരുന്നു കുറച്ച് മാസങ്ങൾക്ക് ഇതൊന്ന് മാറ്റിവെക്കാം, ഉണ്ടാക്കുന്ന പ്രക്രിയ എന്നുള്ളതല്ലാതെ അതിൽ കവിഞ്ഞൊന്നും ഇത് അച്ചീവ് ചെയ്തിട്ടില്ല ഈ ഒരു ആക്രമണം കൊണ്ട്. പെൻറ്റഗൺ പേപ്പേഴ്സ് ലീക്ക് ചെയ്തതിന് ട്രംപ് കുറേ ചീത്തയൊക്കെ പറഞ്ഞു. ആരുടെ ലീക്ക് ചെയ്ത്? കമ്മ്യൂണിസ്റ്റുകാരൻ കയറിയിരിക്കുകയാണ് ഇവിടെ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ലീക്ക് ചെയ്തതിനകത്ത് ഡാറ്റ തെറ്റാണ് എന്ന് ആരും പറഞ്ഞിട്ടില്ല. ലീക്ക് ചെയ്തതിനെ എല്ലാവരും ചീത്ത പറഞ്ഞു. പക്ഷേ ഇത് ഇങ്ങനെയല്ല, ശരിയല്ല എന്ന് പറയണ്ടേ? നിഷേധിച്ചില്ല. അപ്പോൾ എന്തുകൊണ്ട് നിഷേധിച്ചില്ല എന്നുള്ളതാണ് ചോദ്യം വന്നു. വീണ്ടും അവരൊരു പത്രസമ്മേളനം നടത്തി. അങ്ങനെയൊന്നുമല്ല, ഞങ്ങൾ കംപ്ലീറ്റ് നശിപ്പിച്ചു, കുളം കോരി, തുടച്ചു നീക്കിയെന്നാണ്, ഒബ്ലിറ്ററേറ്റഡ് എന്നാണ് പറഞ്ഞത്. ബട്ട് അതേസമയം JD വാൻസ് തന്നെ കൺഫേം ചെയ്തു 460 കിലോ ഈ എൻറിച്ച്ഡ് യുറേനിയം, 406.6. അത് IAEA പറയുന്നത്. മറ്റേത് 460 കിലോ. അത് CNN അവരൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ 406 ആയാലും 60 ആയാലും സംഗതി ഏതായാലും അത്രയും സാധനം നോൺ ട്രേസബിളായിട്ടിരിക്കും, കണ്ടെത്താൻ പറ്റുന്നില്ല. കണക്കിലുണ്ട്, പക്ഷേ അത്രയും കാണുന്നില്ല. അപ്പോൾ അതിൽ ഇവർ ഊഹിക്കുന്നത് മിക്കവാറും അത് ശരിയായിരിക്കുകയും ചെയ്യും. ഇസ്രായേലിൻ്റെ ആദ്യത്തെ ആക്രമണം ഉണ്ടായിരുന്നില്ല, ഒരു 1.5 മാസം മുമ്പ് ഫസ്റ്റ് അവരൊരു ആക്രമണം നടത്തിയിരുന്നു. ന്യൂക്ലിയർ പ്ലാന്റിൻ്റെ നേർക്കൊന്നുമല്ല, അവരുടെ മിലിറ്ററി ഇതിൻ്റെ നേർക്കാണ് നടത്തിയത്. ഓയിൽ തൊട്ടില്ല, ഗ്യാസ് തൊട്ടില്ല, ന്യൂക്ലിയർ തൊട്ടില്ല, അമേരിക്ക പറയുകയും ചെയ്തിരുന്നു. പോയിൻ്റഡായിട്ട് അന്ന് തന്നെ ഇറാന് മനസ്സിലായി ഈ സാധനം കുഴപ്പത്തിലേക്ക് നീങ്ങുകയാണ്. അപ്പോൾ അന്ന് തന്നെ ഖമനൈ ഉത്തരവിട്ടു എന്നാണ്, എടാ നമ്മുടെ കയ്യിലുള്ള മാൽ മസാല വേറെ എങ്ങോട്ടെങ്കിലും മാറ്റിക്കോ, പണി വരുന്നുണ്ട്. അയ്യോ ചേട്ടാ, അത് വലിയ പ്രയാസമാണ്, എന്ത് പ്രയാസമാണെങ്കിലും അത് മാറ്റിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, അവൻ അപകടകരമായ രീതിയിൽ പോകും. ഇനി പോയില്ലെങ്കിൽ പോയില്ല, പക്ഷെ പോയാൽ നമ്മുടെ ഇരിക്കുന്ന ദ്രവ്യം നഷ്ടപ്പെടരുത്, അതെടുത്ത് മാറ്റിക്കൊള്ളാം. ഇതെവിടെ കൊണ്ടുപോയി ആർക്കും പറയാനില്ല. ഇതാണ് ഇപ്പോൾ പ്രിവെയിലിംഗ് ന്യൂസ് സ്റ്റോറി. ഇതാണോ കൃത്യമായിട്ട് സംഭവിച്ചിരിക്കുന്ന ആർക്കും അറിയില്ല. എന്നാൽ ഇറാൻ പറയുന്നുണ്ട് ഞങ്ങളിത് ഉണ്ടാക്കും, ആറ്റം ബോംബ് ഉണ്ടാക്കും. ഇതാണ് ഇറാൻ പറയുന്നത്. ഉണ്ടാക്കുമെന്ന് എല്ലാവർക്കും പേടിയുണ്ട്. ട്രംപ് പറയുന്ന അങ്ങനെയല്ല, ഞാൻ ഒബ്ലിറ്ററേറ്റ് ചെയ്യുന്നത്. അതൊക്കെ അയാൾ എന്ത് വേണമെങ്കിൽ പറഞ്ഞുകൊണ്ട് സാധനം എൻ്റെ കയ്യിലിരിക്കുക, പെട്ടി എൻ്റെ കയ്യിലിരിക്കുകയാണ്, താക്കോല് കിട്ടിയെന്ന് പറഞ്ഞ് ട്രംപ് പാചകടിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഈ സാധനം എപ്പോഴും എൻ്റെ കയ്യിലിരിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യും? അതിന് വേറൊരു പോസിബിലിറ്റി ഇനി പറയുന്നത്, ഈ 406 ഗ്രാം അല്ലെങ്കിൽ 60 ഗ്രാം ഇത് ഇയാളുടെ ഈ കിങ്കരന്മാർക്ക് കൊടുക്കും. ഹിസ്ബുള്ള, ഹൂത്തി, ഹമാസ് ഒരു 1 കിലോ വെച്ച് കൊടുക്കും. അപ്പോൾ ഈ നമ്മുടെ ഈ തൃശ്ശൂർ പൂരത്തിനൊക്കെ കംപ്ലൈൻ്റ് ആയത് അത് നെന്മാറാവ് അല്ലെങ്കിൽ വിലയ്ക്കൊക്കെ ഈ RDX ഒരു ലേശം ഈ വെടിമരുന്നിൽ കലർത്തിവിടും. അസാമാന്യമായ ശബ്ദമാണ് അതിൻ്റെ. അപ്പോൾ എക്സ്പ്ലോസീവുകാർക്ക് സംശയിക്കുന്നത് ഇത് സാധാരണ വെടിമരുന്നിൻ്റെ ശബ്ദമല്ല, കാരണം
തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരം വരെ കേൾക്കാം അതിൻ്റെ ഒച്ച. ഇതെന്ത് പരിപാടി? അങ്ങനെ ഇവർ അന്വേഷിച്ച് അതിൻ്റെ സാമ്പിളൊക്കെ എടുത്ത് പൊട്ടിക്കഴിഞ്ഞതിൻ്റെ സാമ്പിളൊക്കെ എടുത്ത് നോക്കിയപ്പോൾ ഒരു ലേശം മിക്സ് ചെയ്തങ്ങോട്ട് അതിഭീകര ശബ്ദത്തോടെ പോയി. അപ്പോൾ ഇതുപോലെ ഡെർട്ടി ബോംബ് എന്ന് പറഞ്ഞൊരു ബോംബ് ഉണ്ടാക്കാം. അത് ആറ്റം ബോംബല്ല, എന്നാൽ ആറ്റം ബോംബ് പോലെ ചില ശല്യങ്ങൾ അതിന് ഉണ്ടാക്കാം. അല്ല, യുറേനിയം അങ്ങനെ മിക്സ് ചെയ്യാൻ പറ്റുമോ? മിക്സ് ചെയ്യേണ്ട. ഫ്യൂഷൻ നടന്ന അല്ലെങ്കിൽ 60% എൻറിച്ച്ഡ് യുറേനിയം മതി ഡെർട്ടി ബോംബ് ഉണ്ടാക്കാൻ. ആറ്റം ബോംബിലാണ് 90%. അത് വലിയ ഇങ്ങനെ പൊട്ടുന്നത്. ഇതങ്ങനെയല്ല, ഇതിന് ഡെർട്ടി ബോംബ് എന്ന് വിളിക്കും. അലമ്പാണ്. ആറ്റം ബോംബാണോ എന്ന് ചോദിച്ചാൽ അല്ല, എന്നാൽ ആറ്റം ബോംബിൻ്റെ ചില സ്വഭാവങ്ങൾ റേഡിയേഷനൊക്കെ ഉണ്ടാകും. പക്ഷെ അത് ഈ അണു സംയോജനം അല്ലെങ്കിൽ അണു വിഘടനം നടന്നാലല്ലേ ഈ യുറേനിയത്തിൽ ഉണ്ടാക്കാൻ പറ്റും? അതെ, പക്ഷെ അതിന് 90% വരെ പോകണമില്ല. ഇത് പോലും ഇത് മിക്സ് ചെയ്യാൻ പറ്റുമോ യുറേനിയം? മിക്സ് ചെയ്യാൻ പറ്റും. അത് മിക്സ് ചെയ്ത് എനിക്ക് പുതിയ അറിവാണ്. അങ്ങനെയാണ് ഡെർട്ടി ബോംബ് എന്ന് അതിനെ വിളിക്കുന്നത്. വൃത്തികെട്ട ബോംബാണ്. സാധാരണ ബോംബുമല്ല, ആറ്റം ബോംബുമല്ല, ഇതിൻ്റെ നടുക്കുള്ള സാധനം. ഇപ്പം നമ്മൾ ന്യൂക്ലിയർ റിയാക്ടർ ഉണ്ടല്ലോ, പവർ സ്റ്റേഷൻ ഉണ്ടല്ലോ, വൈദ്യുതി ഉണ്ടാക്കുന്നത്, അവിടെ നമ്മൾ കയറണമെങ്കിൽ ഈ പറഞ്ഞ ലെഡിൻ്റെ കോട്ടൊക്കെ ഇട്ട് വേണം കയറാൻ. കാരണം ആ റേഡിയേഷനും മനുഷ്യ ശരീരത്തിന് ദോഷമാണ്. പക്ഷെ അത് നമ്മൾ പ്രവർത്തിപ്പിക്കുന്നു, വൈദ്യുതി എടുക്കുന്നു ഒക്കെ ചെയ്യുന്നു. ബട്ട് ഇറ്റ് ഈസ് ഡേഞ്ചറസ്. പക്ഷേ അത് 90% 40 മുതൽ 60 വരെ വെച്ചിട്ട് ഈ പല രീതിയിലുള്ള ഇൻഡസ്ട്രിയൽ കാര്യങ്ങളും നടത്താൻ പറ്റും, ഫ്യൂവൽ ഉണ്ടാക്കാനെങ്കിൽ. ബട്ട് ബോംബാകണമെങ്കിൽ, ശരിക്കും പൊട്ടിത്തെറിക്കുന്ന ബോംബാകണമെങ്കിൽ 90%. അല്ല, അങ്ങനെയാണെങ്കിൽ അപ്പോൾ 60% വെച്ച് നിങ്ങൾക്ക് ഡാമേജ് ഉണ്ട്. അല്ല, ഇപ്പം തന്നെ ഈ ഹിസ്ബുള്ളയ്ക്കും ഹൂത്തിക്കും ഹമാസിനും കിട്ടിയിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. അവർക്ക് കൊടുക്കും. ഇതെടുത്ത് മറ്റവൻ്റെ നെഞ്ചത്തെറിയിട എന്ന് പറയും. അല്ല, ഹമാസിന് യുറേനിയം കിട്ടിയാൽ എന്തായിരിക്കും? അല്ല, ഹൂത്തിക്ക് കിട്ടിയാൽ എന്തായിരിക്കും? ഇതൊക്കെയാണ് ലോകരാഷ്ട്രങ്ങളുടെ തലവേദന. ഈ നോൺ സ്റ്റേറ്റ് ക്യാരക്ടേഴ്സിൻ്റെ കയ്യിൽ ഇത്തരം സാധനങ്ങൾ ചെന്നപ്പെട്ടാൽ അവർ ഇറസ്പോൺസിബിളായിട്ട് ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയാൽ ഉള്ള പ്രശ്നം. ഇനി ഇതല്ല, ഇറാൻ ഇതെവിടെയെങ്കിലും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്, എന്നിട്ട് അവർ വീണ്ടും 3-4 മാസത്തിനകം ഈ റഫേൽ ഗ്രോസി പറയുന്നത് പോലെ ഈ ആണവ ബോംബ് ഉണ്ടാക്കിയാൽ ഇസ്രായേൽ എന്ത് ചെയ്യും? വലിയ പ്രയാസമാണ്. ഇസ്രായേൽ വീണ്ടും അതിനെ ആക്രമിക്കുകയോ പിടിക്കുകയോ ഒക്കെ ചെയ്യും. ഈ യുദ്ധം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, 1948 മുതൽ തുടങ്ങിയതല്ലേ. പക്ഷേ ട്രംപ് പറയുന്നത് ശാശ്വതമായ വെടിനിർത്തൽ വേണമെന്നാണ്. തേങ്ങാക്കൊല അതൊക്കെ നടക്കുന്ന കാര്യമാണ്. ഇറാൻ ഇതിനകത്ത് വന്നപ്പെട്ടത് 79 അവരുടെ വിപ്ലവം നടത്തി ആയത്തുള്ള ഖൊമൈനി വന്നതിന് ശേഷമാണ്. അതുവരെ ഇറാൻ ഇസ്രായേലുമായിട്ട് നല്ല ബന്ധം, അമേരിക്കയായിട്ടും ബാക്കിയുള്ളവർക്കാണ് ഇസ്രായേലിനോട് വിരോധം ഉണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ വിരോധം തീർന്നു കഴിഞ്ഞപ്പോൾ ഇറാൻ വിരോധിയായിട്ട് മാറി. ഇസ്രായേൽ കഴിഞ്ഞൊരു 30 വർഷമായിട്ടെങ്കിലും ഇറാൻ ഇപ്പോൾ ബോംബുണ്ടാക്കും, നാളെ ഉണ്ടാക്കുന്നത്, ഇപ്പോൾ പൊട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അവസാനം അവർ തന്നെത്താനെ കയറിയെന്ന് ചെയ്തു. നിവൃത്തികേട് കൊണ്ട് ട്രംപിന് കൂടെ പോയി സപ്പോർട്ട് ചെയ്യേണ്ടി വന്നു. സപ്പോർട്ട് ചെയ്തില്ലായിരുന്നെങ്കിലും ഇത് എവിടെയെങ്കിലും പോയി നിൽക്കും. കാരണം ഈ ഓടുന്നവനും ഓടിക്കുന്നവനും കഥയ്ക്കുമല്ല. ഇറാനും വിഷമിച്ചു, ഇസ്രായേലും വിഷമിച്ചു. രണ്ടുപേർക്കും നിർത്തിയാൽ കൊള്ളാവുന്നുണ്ട്. നിർത്താൻ എന്തെങ്കിലും ഒരു കാരണം വേണ്ടേ, ഒരു ഫേസ് സേവിങ്. അതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്താൽ അത് പിന്നെ ട്രംപ് ഇടപെട്ട് അത് ചെയ്തു. ഞാൻ ഇറാനെ അങ്ങ് തകർത്ത് കളഞ്ഞു. ഞങ്ങൾ തകർന്നിട്ടില്ല. ഇറാൻ എന്ത് ചെയ്തു? ഇറാൻ ഖത്തറിൻ്റെ നേർക്ക് 4 മിസൈലൊക്കെ അയച്ചിട്ട് അവസാനത്തെ അടിയടിച്ചവൻ ജയിച്ചു. അതെ അതെ, നമ്മുടെ നാടനടിയിലൊക്കെ അങ്ങനെയാണ്. അവസാനം ഞാൻ ദുർബലമായ ഒരു അടിയെങ്കിലും സുനിലിട്ട് അടിക്കുകയാണെങ്കിൽ ഞാൻ ജയിച്ചു. ലാസ്റ്റ് അടി എൻ്റെയാണ്, കലാശക്കൊട്ട്. ചായക്കട തർക്കത്തിലും അങ്ങനെയാണല്ലോ, ഉറക്കെ പറയുന്നവനും ഒടുക്കം പറയുന്നവനും ജയിക്കും. ഏറ്റവും ലാസ്റ്റ് വാക്ക് ഉച്ചരിക്കുന്ന ആരാണോ അവൻ ജയിച്ചു. ഇങ്ങനെ ഖത്തറിനെ ഒന്ന് ചൊറിഞ്ഞിട്ട് ഇറാൻ പരിപാടി നടത്തി. അമേരിക്കയാണ് ചൊറിഞ്ഞത്. ഖത്തർ പറഞ്ഞല്ലോ ഞങ്ങൾ തിരിച്ചടിക്കും, മര്യാദയ്ക്കിരുന്നോളാം പറഞ്ഞു. അപ്പം ഈ ഇറാൻ അവരോട് പറഞ്ഞിട്ടാണ് ഞാൻ ഇന്ന് രാത്രി നിൻ്റെ അവിടെ ഒന്ന് ചൊറിയും. ട്രംപ് പറയുന്നുണ്ട് നേരത്തെ അറിയിച്ചിട്ട് ചെയ്തു. അവരുടെ പറമ്പിലാണ്, നിൻ്റെ കുടികിടപ്പുകാരൻ്റെ നേർക്കാണ് എൻ്റെ ആക്രമണം, നിൻ്റെ നേർക്കല്ല. ഖത്തർ പറഞ്ഞു ആക്രമിച്ചോ, പക്ഷേ ഞാനൊരു പ്രസ്താവനയൊക്കെ ഇറക്കുന്നു. അത് ഇറക്കിയാണ്. അങ്ങനെ ഖത്തർ പ്രസ്താവന ഇറക്കി, അങ്ങനെ തീർന്നിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും ഈ 400 ചില്ലാനും കിലോ യുറേനിയം ഒരു പ്രഹേളികയായിട്ട് ലോകത്തിന് മുമ്പിൽ നിൽക്കുന്നു. അത് ഇറാനിൽ തന്നെ ഉണ്ടെന്ന് സ്ഥിരീകരിക്കപ്പെട്ടാൽ വീണ്ടും ട്രംപ് അറ്റകൈ പ്രയോഗം നടത്തുമോ?
നടത്തിക്കൂടായില്ല. ഒന്ന് ആ കാർന്നവരുടെ കാര്യം ഒരു തീർച്ചയായും മൂർച്ചയില്ലല്ലോ. കാർന്നവർക്ക് ഇപ്പോൾ നോബൽ പ്രൈസ് വേണം. രാവിലെ പറയുന്നത് നല്ല പുള്ളി ഉച്ചയ്ക്ക് പറയുന്നു, എല്ലാ യുദ്ധങ്ങളും തീർക്കുന്ന ആൾ ഞാൻ. അതെല്ലാം വൈകുന്നേരം പുള്ളി ചെയ്യുന്നതും മൂന്നാമതൊരു കാര്യമാണ്. ഇങ്ങനെയൊക്കെ ആണ് സംഭവം. അതുകൊണ്ട് ആക്രമിക്കുമോ എന്ന് ചോദിച്ചാൽ ആർക്കും പറയാൻ പറ്റില്ല. അതാണ് പുള്ളിയുടെ സ്വഭാവം. ഏതായാലും ഇറാനും എന്തും ചെയ്യും. എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇറാനിന് സട്ടിലായിട്ട് ചൈനയും റഷ്യയും സപ്പോർട്ടുണ്ട്. റഷ്യയേക്കാൾ കൂടുതൽ ചൈന സപ്പോർട്ട്. ചൈനയുടെ 3 വിമാനങ്ങൾ, കാർഗോ വിമാനങ്ങൾ വന്നിറങ്ങിയെന്നൊക്കെ പറഞ്ഞ് വാർത്തയുണ്ട്. എനിവേ മനസ്സുകൊണ്ട് അവർ ഇറാൻ്റെ കൂടെയാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് കഴിയുമ്പോൾ ഇറാൻ്റെ ആത്മവിശ്വാസം ഒന്നുകൂടെ വർദ്ധിക്കുകയാണ്. അല്ല, ചേട്ടൻ ഈ പറഞ്ഞ ഡർട്ടി ബോംബ് ആംഗിൾ ഒരു പുതിയ ഇൻഫർമേഷനാണ്. കാരണം അത് ഒരുപക്ഷെ ഹമാസിൻ്റെയൊക്കെ കയ്യിലെത്തിയാൽ നമ്മുടെ പാകിസ്ഥാനിൽ വരെ, നമ്മുടെ കാശ്മീരിൽ വരെ കാശ്മീർ കാര്യത്തിലൊക്കെ ഇടപെടുന്നവരാണ്. അപ്പോൾ പെഹൽഗാം ആക്രമണത്തിന് മുമ്പ് ഹമാസ് POK വന്നിരുന്നു. അപ്പോൾ നമ്മൾ ഭയക്കണം, ഇന്ത്യയും. ഇതെല്ലാം നമ്മുടെ തലയിലും വരും. ഇത് കറങ്ങി തിരിഞ്ഞ് നമ്മളിപ്പോൾ ഒന്നിലും തൊടാതെ നമ്മൾ ആവുന്നത്ര ഒഴിഞ്ഞു നിൽക്കുക. പക്ഷേ അങ്ങനെ വെറുതെ കയറി ചൊറിഞ്ഞാൽ എന്ത് ചെയ്യും? പാകിസ്ഥാൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒന്ന് ചൊറിയും. അതെ അതെ. അപ്പം നമുക്ക് ഇടപെടേണ്ടി വരും. ഏതായാലും ആ ഡർട്ടി ബോംബ് ഉണ്ടാവാതിരിക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.